ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം തുടരുമ്പോൾ യുഎസിൽ നിന്ന് എൽപിജിയുമായി ടാങ്കറുകൾ ഇന്ത്യയിൽ എത്തിത്തുടങ്ങി. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറും മംഗളൂരു തുറമുഖത്ത് എത്തി. ഇതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം പരിഹരിക്കാൻ എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളുന്ന സുരക്ഷാ ചട്ടക്കൂട് എന്ന നിർദ്ദേശം ഇറാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചു. മംഗളൂരു തുറമുഖത്ത് എത്തിയ പൈക്സിസ് പയനിയർ എന്ന എൽപിജി ടാങ്കറിൽ 16,714 ടൺ എൽപിജിയാണ് ആകെയുള്ളത്. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഊർജ്ജ നീക്കം നിലച്ചതോടെ റഷ്യ, യുഎസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എൽപിജി എത്തിക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയിരുന്നു. രാജ്യത്തിനകത്തെ എൽപിജി ഉൽപാദനം 4% ഉയർന്നു. ഇന്നലെ റഷ്യയിൽ നിന്നുള്ള അക്വ ടൈറ്റൻ എന്ന ക്രൂഡ് ഓയിൽ ടാങ്കറും മംഗളൂരുവിൽ എത്തിയിരുന്നു. ചൈനയിലേക്ക് പോകുകയായിരുന്ന ക്രൂഡ് ഓയിൽ ടാങ്കറാണ് റഷ്യ ഇന്ത്യയിലേക്ക് അയച്ചത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ഉപരോധം അമേരിക്ക ഒരു മാസത്തേക്ക് നേരത്തെ പിൻവലിച്ചിരുന്നു. കൂടുതൽ എൽപിജി ടാങ്കറുകൾ വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെത്തും. സ്ഥിതി മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള വാണിജ്യ സിലിണ്ടർ വിതരണം 20% കൂട്ടാൻ ഇന്നലെ കേന്ദ്രം തീരുമാനിച്ചിരുന്നു. അതിഥി തൊഴിലാളികൾക്ക് 5 കിലോ സിലിണ്ടറുകൾ ലഭ്യമാക്കാനും കേന്ദ്രം നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം പരിഹരിക്കാനുള്ള ഏത് ശ്രമത്തിനും പിന്തുണ ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനെ അറിയിച്ചിരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ലെന്നും ആണവ നിലയങ്ങളുടെ പരിശോധനയ്ക്ക് തയ്യാറെന്നും ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഭാവിയിൽ ഇറാനു നേരെ കടന്നുകയറ്റം ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിയാലേ യുദ്ധം നിർത്തൂ എന്നും പെഷസ്കിയാൻ മോദിയെ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്നതിനിടെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. ഇറാന്റെ ഊർജ്ജ സംവിധാനങ്ങളുടെ മേൽ ആക്രമണം നടത്തിയാൽ കണ്ണും പൂട്ടി ആക്രമിക്കും എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അറിയിച്ചിരിക്കുന്നത്. ഇറാനിലെ സൗത്ത് പാർക്സ് വാതകപാടത്തെ ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തങ്ങൾ നൽകിയത് ചെറിയ മറുപടി മാത്രമാണെന്നും ആക്രമണം ഇനിയും ആവർത്തിച്ചാൽ പ്രത്യാഘാതം ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കുമെന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേൽ സൗത്ത് പാർക്സ് ആക്രമിച്ചതിനെ തുടർന്ന് ഇറാൻ ഖത്തറിലെ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റ് ആക്രമിച്ചിരുന്നു. ഈ ആക്രമണം ആഗോള ഊർജ്ജ വിതരണത്തെ പ്രതിസന്ധിയിലാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഖത്തറിന്റെ പ്രകൃതിവാതക കയറ്റുമതിയിൽ ഏകദേശം 17% കുറവ് വരാനിടയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏഷ്യ, യൂറോപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിലെ വാതക വിതരണത്തെ പ്ലാന്റിലെ ആക്രമണം ബാധിച്ചേക്കാം. അതേസമയം യുദ്ധം തുടരുന്നതിനിടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് കോൺഗ്രസിൽ നിന്ന് $200 ബില്യൺ ധനസഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ യുദ്ധത്തിന്റെ ചെലവിലേക്ക് ഈ തുക വിനിയോഗിക്കാനാണ് പദ്ധതി. പ്രതിരോധ സെക്രട്ടറി ഈ യുദ്ധത്തിന് അവസാന സമയം നിശ്ചയിച്ചിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇറാനിയൻ റെഡ് ക്രസന്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുദ്ധം 21ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനിലെ ആകെ മരണസംഖ്യ 1444 പിന്നിട്ടു. ഇറാന്റെ ഭരണ നേതൃത്വത്തിലെ നിരവധി പ്രമുഖർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. യുദ്ധം നീണ്ടാൽ ഏറെ നാൾ ഒരു ഭരണകൂടമെന്ന നിലയിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് അമേരിക്കയും ഇസ്രായേലും വിലയിരുത്തുന്നത്. ഭരണകൂടത്തിനു മേലുള്ള സമ്മർദ്ദം കൂട്ടാനാണ് ഇറാന്റെ പ്രകൃതിവാതക പാടത്ത് ആക്രമണം നടത്തിയതെന്ന് കരുതുന്നു. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് വാതകപാടങ്ങളും മറ്റും. ആഗോളതലത്തിലെ എണ്ണ വിതരണ ക്ഷമം പരിഹരിക്കുന്നതിന് ട്രംപ് ഭരണകൂടം ഉപരോധങ്ങളിൽ താൽക്കാലിക ഇളവ് അനുവദിച്ചതോടെ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിക്കാൻ ഇന്ത്യൻ റിഫൈനറികൾ തയ്യാറെടുത്തു. നിലവിൽ കടലിൽ കപ്പലുകളിൽ സൂക്ഷിച്ചിട്ടുള്ള ഇറാനിയൻ എണ്ണ വാങ്ങുന്നതിന് യുഎസ് ട്രഷറി 30 ദിവസത്തെ പ്രത്യേക അനുമതി നൽകിയതാണ് ഇന്ത്യക്ക് അനുകൂലമായത്. യുഎസ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ്സ് കൺട്രോൾ പുറത്തിറക്കിയ നിർദ്ദേശപ്രകാരം മാർച്ച് 20-നോ അതിനു മുൻപോ കപ്പലുകളിൽ കയറ്റിയ എണ്ണ ഏപ്രിൽ 19-നകം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിന് ഉപരോധം ബാധകമാകില്ല. ഉപരോധ പട്ടികയിലുള്ള ടാങ്കറുകൾക്കും ഈ ഇളവ് ബാധകമാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റ് മുതൽ ചൈന വരെയുള്ള വിവിധ സമുദ്രമേഖലകളിലായി ഏകദേശം 170 ദശലക്ഷം ബാരൽ ഇറാനിയൻ ക്രൂഡ് ഓയിൽ കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അമേരിക്ക ഇളവ് അനുവദിച്ചെങ്കിലും എണ്ണ കൈമാറ്റം പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നത് വെല്ലുവിളിയാണെന്നാണ് സിംഗപ്പൂർ ആസ്ഥാനമായുള്ള വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത്. ബാങ്കിംഗ് നടപടിക്രമങ്ങൾ, ഭരണപരമായ അനുമതികൾ, നിയമപരമായ നിബന്ധനകൾ എന്നിവ പൂർത്തിയാക്കാൻ സമയം എടുക്കുമെന്നതിനാൽ എണ്ണ ഇന്ത്യയിലെത്താൻ വൈകിയേക്കാം. എങ്കിലും ഇന്ത്യയെപ്പോലെ വലിയ തോതിൽ ഇന്ധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന് ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഈ നീക്കം വലിയ സഹായമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.